അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്താനുള്ള സാധ്യത മങ്ങിയതായി കായിക മന്ത്രിയുടെ ഓഫീസ്. ഡിസംബറിൽ ഇന്ത്യയിലെത്തുന്ന മെസ്സിയുടെ ഷെഡ്യൂളിൽ കേരള സന്ദർശനമില്ല. കൃത്യസമയത്ത് ആശയവിനിമയവും സാമ്പത്തിക ഇടപാടും നടന്നില്ല എന്നാണ് സൂചന. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പല ഘട്ടങ്ങളിലായി ഇങ്ങനെ പല വാർത്തകൾ വന്നതാണല്ലോ സലീം. മെസ്സിയും അർജന്റീന ടീമും ഇന്ത്യയിലേക്ക് എന്നുള്ള വാർത്ത അത് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. അതിനിടയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഉള്ളപ്പോഴൊക്കെ 24 തന്നെ ആ സന്ദർശനത്തിന്റെ സാധ്യത മങ്ങുന്നു എന്നുള്ള വിവരം പുറത്തറിയിച്ചതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് സർക്കാരും ഒപ്പം തന്നെ സ്പോൺസർമാരും പല ഘട്ടത്തിലും മെസ്സി വീണ്ടും എത്തും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം അത് ഔദ്യോഗികമായി കായിക മന്ത്രിയോ സ്പോൺസറോ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും മെസ്സി കേരളത്തിലേക്ക് ഉടനെന്നും എന്തായാലും ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം മെസ്സിയുടെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ ഷെഡ്യൂളിൽ ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തും. പക്ഷേ അതിൽ കേരള സന്ദർശനമില്ല. 4 ദിവസമാണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. ഡിസംബർ 12-ന് കൽക്കത്തയിലാണ് മെസ്സി എത്തുന്നത്. അതിന് പിന്നാലെ ഡൽഹിയിലെയും അഹമ്മദാബാദിലും സന്ദർശനം നടത്തും. മുംബൈയിലും മെസ്സി സന്ദർശനം നടത്തും. പക്ഷേ ആ ഷെഡ്യൂളിൽ കേരളമില്ല. അതിനുശേഷം പിന്നീട് ഒരു പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം അടുത്ത വർഷത്തേക്ക് വരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ലോകകപ്പ് വർഷം പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട ടീമുകളും മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് അത്തരത്തിലുള്ള സന്ദർശനത്തിനായി പോവുകയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി.